തുടരും സിനിമയിലെ പ്രൊമോ സോങ് കൊണ്ടാട്ടം എന്ന് പറഞ്ഞ സോങ് ഇന്നലെ വൈകുന്നേരത്ത് 6 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. കൃത്യം 6 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ കത്തിക്കുമെന്നൊക്കെ പറയത്തില്ലേ, അമ്മാതിരി ഒരു വൈബ്രൻറ്റ് സാധനമാണ് ഇറക്കി വിട്ടേക്കുന്നത്. ജേക്സ് ബിജോയാണ് ഇതിൻ്റെ മ്യൂസിക് കമ്പോസിഷൻ ചെയ്തേക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ തീ പാട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒരു പാട്ട് നമ്മൾ ലാലേട്ടനെ കണ്ടിട്ട് എത്രയോ നാളെ ഇങ്ങനെ കണ്ടിട്ട്. ഒരു ഡാൻസ് നമ്പർ പക്ക ഒരു ഡപ്പാങ്കുത്ത് ഡാൻസ് നമ്പർ സോങ്ങാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ലാലേട്ടൻ്റെ പെർഫോമൻസ് ഈ ഏജിലും പുള്ളിയുടെ ഒരു നമ്മളെ പാട്ട് കാണാൻ നേരത്തെ നമുക്ക് യങ് വെർഷൻ, ഒരു യങ് ലാലേട്ടൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ ഒരു ഡ്രസ് കോഡും ആ ഒരു ലുങ്കി ഷർട്ട് ഡ്രസ് കോഡിൽ ഒരു യങ് ലാലേട്ടൻ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ആ ഒരു സോങ്ങിൻ്റെ ഒരു തീം. പിന്നെ ശോഭന, നമ്മുടെ തരുൺ മൂർത്തി, പിന്നെ അതിൽ തോമസ് മാത്യു, പിന്നെ ആ ഒരു പെൺകുട്ടി, ഇവരെല്ലാവരും ഉൾപ്പെടുന്നുണ്ട് ആ ഒരു സോങ്ങാണ്. പിന്നെ നമ്മുടെ MG ശ്രീകുമാറാണ് ഈ പാട്ട് പാടി തുടക്കം ഇട്ടേക്കുന്ന. ഒരു നമുക്കറിയാലോ MG ശ്രീകുമാർ ഭക്തിഗാനങ്ങൾ പാടിയാൽ തന്നെ എന്തുമാത്രം ഒരു വൈബാണെന്നറിയാം. അപ്പോൾ ഇതൊരു മുരുക ഭഗവാനെ പറ്റിയുള്ള ഒരു സോങ്ങാണ്. അതായത് ആ ഒരു ഭഗവാനെയൊക്കെ ഒരു എന്ന് വെച്ചാൽ ഒരു സ്മരിക്കുന്ന രീതിക്കുള്ള ഒരു പാട്ട്, ഒരു ഭഗവാന്റെ ഒരു ഇതൊക്കെ വെച്ച് ഡാൻസ് നമ്പർ. നമ്മൾ പണ്ടില്ല നരൻ സിനിമയിൽ കണ്ട മറ്റേ വേൽമുരുക സോങ്ങില്ല, അതിൻ്റെ ഒരു മറ്റൊരു വെർഷൻ. എന്നാലും അതിനൊപ്പം വെക്കാൻ വേണ്ടി പറ്റത്തില്ല, അതിൻ്റെ റേഞ്ച് വേറെ തന്നെയാണ്. അതിനൊപ്പം വെക്കാൻ വേണ്ടി പറ്റില്ലെങ്കിൽ പോലും അതിന് ഒരു വൈബ്രൻറ്റ് സംഭവം കൊള്ളാം, നന്നായിട്ടുണ്ട് ഒരുപാട്. ഇപ്പം ഇന്നലെ തന്നെ ഈ പാട്ടിറങ്ങിയതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അതിനെ കയറി നോക്കിയ സമയത്താണെങ്കിൽ എവിടെ നോക്കിയാൽ ഈ നമ്പർ തന്നെ അങ്ങ് കൊളുത്തി വിട്ടെന്നൊക്കെ പറഞ്ഞില്ല, അമ്മാതിരി ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. മികച്ച ഒരു ട്രെൻഡ് സെറ്ററായിപ്പോയി ഈ പാട്ട്. ഒരു ശോഭന മോഹൻലാൽ ഡാൻസ് നമ്പറാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ്. ഇവരുടെ അറിയാമല്ലോ, ഇവർ പണ്ടോട്ടേ ഉള്ളൊരു മികച്ച കോംബോയാണ്, മികച്ച കോമ്പിനേഷൻ. ഇവർ രണ്ടും ഒന്നിക്കുന്ന സിനിമകളൊക്കെ ഹിറ്റ് തന്നെയാണ്. ആ ഒരു സംഭവം വെച്ച് അവർ ഇന്ന് ഈ ഇങ്ങനൊരു ഡാൻസ് നമ്പർ പെർഫോമൻസ് നടക്കുന്ന സമയത്ത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വേറെയായിരുന്നു, ഗംഭീരം. ശോഭന ഡാൻസൊക്കെ നൈസ് ഡാൻസ് സ്റ്റെപ്സ് ആയിരുന്നെങ്കിൽ പോലും ആ ഒരു വൈബ് പിടിച്ചതിനാണ് ചെയ്തു വച്ചിരിക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി ഐറ്റം മാസ് ഡാൻസ് നമ്പർ. ലാലേട്ടൻ്റെ ഒരു വിളയാട്ടം. പുള്ളിക്ക് ഇങ്ങനത്തെ പാട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ പുള്ളി ഉണ്ടല്ലോ അടിച്ച് കയറിക്കളയും. ഇങ്ങാതിരി ഒരു ഐറ്റം. ഇന്നലെ ഒരു മണിക്കൂർ മുമ്പേ തന്നെ ഈ പാട്ട് 2 ലക്ഷം വ്യൂ കഴിഞ്ഞായിരുന്നു. നല്ല ഭയങ്കര ഒരു ട്രെൻഡ് സെറ്ററാണ്. 2 ലക്ഷം 3 ലക്ഷമൊക്കെ ഒരു മണിക്കൂർ മുമ്പേ 3 ലക്ഷം വ്യൂ ഒക്കെ കഴിഞ്ഞായിരുന്നു. ഇപ്പം ഭയങ്കര ട്രെൻഡിങ്ങായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ സമയത്താണെങ്കിൽ മറ്റൊരു പ്രത്യേകത കൂടെ പറയാനുണ്ട്. അതായത് 100 കോടി ക്ലബ്ബിൽ കയറി ഈ സിനിമ. 100 കോടി എന്ന് പറഞ്ഞ ഒരു നേട്ടം നേടിയിരിക്കുകയാണ് ഈ ഒരു സിനിമ. അതും കൃത്യം 5 ദിവസം കൊണ്ട്. ഏപ്രിൽ 25-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ഇന്നലെ ഏപ്രിൽ 30, 5 ദിവസം കൊണ്ട് 100 കോടി വേൾഡ് വൈഡ് കളക്ഷനാണ് നേടിയിരിക്കുന്നത്. അപ്പം ഇത് ഭയങ്കര ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 100 CR വേൾഡ് വൈഡ് കളക്ഷനാണ് ഈ സിനിമ. പിന്നെ നമ്മുടെ പാൻ ഇന്ത്യൻ സിനിമകളൊക്കെ ആണെങ്കിൽ 1 ഡേ കൊണ്ട് തന്നെ 100 കോടിയൊക്കെ ഉള്ളത്. അതായത് ഒരു ഭയങ്കര ഒരു മെഗാസ്റ്റാറിൻ്റെ സിനിമയൊക്കെ അത് വെച്ച് നോക്കാൻ നേരത്തില്ല. ആദ്യത്തെ മെഗാസ്റ്റാർ ആണെന്നിരുന്നാലും ഇതൊരു നോർമൽ സിനിമയാണ്. നോർമൽ സിനിമ ഇപ്പം 5 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലേക്ക് ഒരു സ്പേസ് പിടിച്ചെങ്കിൽ അത് ഏറ്റവും വലിയ കഥ തന്നെയാണ്. ഭയങ്കര ഹൈപ്പോ പ്രൊമോഷൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർ എക്സിക്യൂട്ട് ഇറക്കിയൊരു സിനിമയാണ്. അപ്പം അത് മികച്ച ഒരു വിജയം തന്നെയാണ്. 100 കോടി ക്ലബ്ബിൽ സിനിമ ഇപ്പം ജസ്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇനി നല്ല ഒരു കളക്ഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അതൊരു വിജയമായി മാറട്ടെ എന്ന കാര്യങ്ങളൊക്കെ മാത്രം ആശംസിക്കുന്നു. കാരണം രജപുത്ര വിഷ്വൽ ബീഡ് എന്ന് പറഞ്ഞ ഈ ഒരു നിർമ്മാണ കമ്പനി കുറേ നാളെ ഇങ്ങനെ ഒരു ഹിറ്റ് സിനിമയ്ക്കൊരു പ്രൊഡക്ഷനും കാര്യങ്ങളും വെച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ഇത് അവർക്ക് കിട്ടട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ പറയാനുള്ളൂ. എന്നിരുന്നാലും ഈ ഒരു കൊണ്ടാട്ടം എന്ന് പറഞ്ഞ ഈ സോങ് ഒരു വൈബ്രൻറ്റ് സാധനമാണ് ചെയ്ത് വെച്ചിരിക്കുന്ന. MG ശ്രീകുമാറിൻ്റെ വോയിസിൽ നമ്മുടെ ജേക്സ് ബിജുവാണ് ഇതിൻ്റെ മ്യൂസിക് കമ്പോസിഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന. ലാലേട്ടൻ, ശോഭന, തരുൺമൂർത്തി, പിന്നെ M രഞ്ജിത്ത് ലാസ്റ്റ് വരുന്നുണ്ട്. ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ടൊരു സംഭവം ലാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും കിടുക്കാച്ചി ഒരു ഡാൻസ് നമ്പറായിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്കിനി പല ഉത്സവങ്ങളിലും പൊതുവേദികളിലും ഇതെല്ലാം ട്രെൻഡ് സെറ്റർ ആയിക്കൊണ്ടിരിക്കും. ഇപ്പോഴേ സോഷ്യൽ മീഡിയയിൽ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പാട്ട്. വൈബ്രൻറ്റ് സാധനം, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു പാട്ട്, ഒന്നും പറഞ്ഞില്ല, കിടിലാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ വേണ്ടി പോകണം. അതായത് ലാലേട്ടൻ ശോഭന കോംബോയിലെ ഒരു ഡാൻസ് നമ്പർ നമുക്ക് ഈ കാലഘട്ടത്തിൽ, നമ്മൾ നേരത്തെ മനസ്സിലായോ സോങ്ങില്ലേ മറ്റേ വേട്ടയൻ സിനിമയിൽ, അതിൽ നമ്മളെ രജനീകാന്ത് മഞ്ജു വാര്യരാണ് ചെയ്തതെങ്കിൽ അതേപോലത്തെ ഒരു ഐറ്റം നമുക്ക് ഇവിടെ മലയാളത്തിൽ നമുക്ക് കിട്ടിക്കണം. അതാണ് ഈ ഒരു കൊണ്ടാട്ടം എന്ന് പറഞ്ഞ ഈ സോങ്. നമ്മുടെ ശോഭന ചേച്ചി, ലാലേട്ടൻ പൊളിച്ചിട്ടുണ്ട്. ഗംഭീരമായ ഒരു ക്രിയേറ്റീവ് സാധനം, അത്ര മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് കാണുക, ലൈക്ക് അടിക്കുക, ആ ഒരു പാട്ട് ടോപ്പ് ഹിറ്റാക്കുക, ഹിറ്റ് ചാർട്ടിൽ കയറട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കാണത്തോടുണ്ടെങ്കിൽ
പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. സോണി മ്യൂസിക്കിൻ്റെ യൂട്യൂബ് ചാനലിലാണ് ഇതിപ്പം അപ്ലോഡ് ആയിരിക്കുന്ന ആ ഒരു കാര്യം വെച്ച് ഗംഭീരമായ ഒരു പ്രൊമോ സോങ്ങാണ്. പ്രൊമോ സോങ് നമ്മുടെ മലയാള സിനിമയിൽ അങ്ങനെ അധികം വരുന്നില്ലെങ്കിൽ പോലും ഇറങ്ങുന്ന സോങ്ങുകളെല്ലാം മികച്ച ഹിറ്റ് ആവാറുണ്ട്. അപ്പോൾ അതേ കണക്കത്തൊരു കിടിലൻ സോങ്ങാണ് കൊണ്ടാട്ടം എന്ന് പറഞ്ഞ തുടരും സിനിമയിലെ ഈ ഒരു സോങ്. കിടിലൻ ഡാൻസ് നമ്പർ, മ്യൂസിക്, MG ശ്രീകുമാറിൻ്റെ വോയിസ്, സിംഗിങ്, ശോഭൻ ചേച്ചി, ലാലട്ട ഡാൻസ് നമ്പർ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ഒരു വൈബ്രൻറ്റ് സാധനം. ഇതാണ് കൊണ്ടാട്ടം എന്ന് പറഞ്ഞ ഈ ഒരു സോങ്ങിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇത്രയുള്ളൂ പറയാം.